ഹായ് ഫ്രണ്ട്സ്, വീണ്ടും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ അരിയൊക്കെ കുതിർത്ത് വയ്ക്കാൻ മറക്കുന്ന സമയത്ത് നമുക്ക് റവ കൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു സമയമൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റവ ആണ്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് റവ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പ് റവ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് മൈദ എടുക്കുന്നത്. അപ്പോൾ ഒരു മൈദ കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരൻ്റെ കൂടെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മാവൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ആവശ്യമാണെങ്കിൽ ബാക്കി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇനി ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കുന്നത് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ്. അപ്പോൾ റവ എടുത്തിട്ടുള്ള സെയിം കപ്പിൽ 2 കപ്പ് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അവർ സഹിക്കാവുന്ന അത്രയും ചൂടുള്ള വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരുപാട് തിളച്ചിട്ടുള്ളതോ നല്ല ചൂടുള്ളതോ ആയിട്ടുള്ള വെള്ളം എടുക്കാതിരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആയിട്ട് ഞാൻ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർത്തിട്ട് നല്ല ലൂസായിട്ട് അടിച്ചെടുക്കരുത്. ഈ ഒരു കറക്റ്റ് പരുവത്തിലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ വേണം നമുക്കൊരു ബാറ്ററി ഇരിക്കാൻ. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റുവാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്കിതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോഴേക്കും ഇത് ചെറുതായിട്ട് ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതലൊക്കെ വെക്കാം. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും വെക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് ഇതൊന്ന് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ ബബിൾസൊക്കെ ഇതിൻ്റെ മേലെ അങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ അത് ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് കേട്ടോ ടോട്ടലി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം ചുട്ടെടുക്കാനുള്ള ബാറ്ററി ഇവിടെ റെഡിയാണ്. നെക്സ്റ്റ് നമുക്കത് തയ്യാറാക്കാനായിട്ടുള്ള പാൻ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഒരു പരന്ന നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇവിടെ നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ തവി വീതം കോരി ഒഴിച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുകയൊന്നും വേണ്ട. അതന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡായിട്ട് വരും, അത്രയും മതിയാവും. പിന്നെ ഇതുപോലെ ബബിൾസ് കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇതാ 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് മാറ്റി നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബബിൾസൊക്കെ വന്ന് നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ചിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ 1 മിനിറ്റ് പോലും വേണ്ടി വന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അപ്പച്ചട്ടിയിൽ കൂടെ എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അപ്പച്ചട്ടി ഞാനൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അപ്പമൊക്കെ തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് കാണിക്കാം.
അപ്പോൾ നമുക്കിനി അരി കുതിർത്തി വെച്ചിട്ടില്ലെങ്കിലും മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാതെ റവ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്